ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കാൻ വേണ്ടി ടെറസിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. എൻ്റെ തൊട്ടടുത്തായിട്ട് ഈ കാണുന്നത് എൻ്റെ പിറന്നാളിന് മൗകൾ എനിക്ക് വാങ്ങിത്തന്ന ഒരു യെല്ലോ റോസാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മളൊരു ബുക്ക് എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് ഇതിനെ വരയ്ക്കാൻ പോവുകയാണ്. ഒന്ന് രണ്ട് പൂക്കൾ അതിനകത്ത് വിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതേപോലെ ഒരു പെൻസിൽ എടുത്തിട്ട് ആ ബുക്കിലോട്ട് ഇതേപോലെ പൂക്കളും അതിൻ്റെ മുട്ടും ചെടിയൊക്കെ ഒന്ന് വരച്ചെടുക്കാം. നല്ല ഭംഗിയുള്ള കടുമഞ്ഞ പൂക്കളും മുട്ടൊക്കെയാണ് ഇതിനുള്ളത്. എന്തായാലും ഞാൻ ഇതേപോലെ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ പൂവാണ് ഇതേപോലെ വരച്ചെടുക്കുന്നത്. എന്തായാലും റോസിൻ്റെ ഇതളൊക്കെ നോക്കി ഇതേപോലെ വരച്ചെടുക്കാം. ഞാൻ എന്തായാലും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടൊന്നും അല്ല വരച്ചെടുക്കുന്നത്, ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് വരച്ചെടുക്കുന്നതാണ്. ആ മഞ്ഞ കളറിലോട്ട് വൈകുന്നേരത്തെ ആ വെയിലും കൂടെ അടിക്കുമ്പോഴത്തേക്ക് ആ പൂ ഭയങ്കരമായിട്ട് കടും മഞ്ഞായിട്ടിരിക്കുകയാണ്. എന്തായാലും പൂ വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലത്തെ സംഭവങ്ങളാണ് ഇതേപോലെ വരച്ചെടുക്കുന്നത്. പൂവിൻ്റെ അടിയിലായിട്ട് തണ്ടും കൂടെ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു മുട്ടും കൂടെ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. പൂവും മുട്ടൊക്കെ വരച്ചെടുത്ത ശേഷം അതിൻ്റെ താഴെയായിട്ട്, അതായത് പൂവിൻ്റെ താഴെയായിട്ട് കുറച്ച് ഇലകളും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. റോസിൻ്റെ ഇലയൊക്കെ അറിയാലോ, ഒരു മുള്ളു പോലെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇലയും പൂവൊക്കെ ഇതുപോലെ വരച്ചെടുത്ത ശേഷം നമ്മൾ ഇനി കളറിങ്ങിലോട്ട് പോവുകയാണ്. നമ്മൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സോഫ്റ്റ് വേസ്റ്റ് ഡ്രസ്സാണ്. അപ്പം ഒരു പൊടിയുടെ ഒരു ചോക്കിൻ്റെ ഒക്കെ ഒരു സ്വഭാവമാണ് അതിന്. അപ്പം ഞാൻ കൈ വെച്ച് വരയ്ക്കുന്നില്ല, അതിന് പകരം ബ്രഷ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൂവിന് മഞ്ഞ കളർ അടിച്ച ശേഷം അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓറഞ്ച് കളറും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുട്ടിലും തണ്ടിലും ഇലകൾക്കൊക്കെ ഇതേപോലെ പച്ച കളറും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഇളമ്പച്ച കളർ അടിച്ചു കൊടുത്ത ശേഷം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കടുംപച്ചയും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചിത്രം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ടാറ്റാ.